ഹായ് ഗായ്സ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തെറഡ് എക്സ്പെക്ടേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാല്, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കോളോ മെസ്സേജോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്, നിങ്ങളിപ്പോ ഒരു സെപ്പറേഷൻ മോഡിലാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷന്റെ ഫ്യൂച്ചർ എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമോ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഇത്. അപ്പൊ ഞാനിവിടെ രണ്ട് പൈൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈലായിട്ട് ടെമ്പറൻസ് ആണ് വെച്ചിട്ടുള്ളത്, സെക്കൻഡ് പൈലായിട്ട് ലവേഴ്സ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ പേര് മനസ്സിലാലോചിക്കുക, എന്നിട്ട് അവരുടെ എനർജി കൊണ്ടുവന്നിട്ട് ഈ കാർഡ്സിൽ ഏതാണോ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയി തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി. അതുപോലെ തന്നെ ഫർദർമോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സോ രുദ്രാക്ഷമോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വാലന്റൈൻസ് ഡേ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ പൈൽ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു, ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിംഗിലേക്ക് പോവാം. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കാർഡ് ആയിട്ടുള്ള ടെമ്പറൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു കോളോ ടെക്സ്റ്റോ പ്രതീക്ഷിക്കാമോ? ടെക്സ്റ്റ് മെസ്സേജ് വരുമോ? നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ ഇപ്പൊ എപ്പോ എൻഡ് ചെയ്യും നിങ്ങളുടെ കണക്ഷന്റെ ഫ്യൂച്ചർ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലുക്ക് ഗായ്സ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇറ്റ് മേ ഓർ മേ നോട്ട് റെസൊണേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. ഓക്കെ, പ്ലീസ് കൈൻഡ്നെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പൈൽ കണ്ടു നോക്കാവുന്നതാണ്. ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്. ഓക്കെ, പ്ലീസ് കൈൻഡ്നെസ്. Will they call or text you? When will the separation end? ഓക്കെ, ആദ്യം നമുക്ക് കാർഡ്സ് എടുക്കാം. ദ ഫൂൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫൂൾ, ദ വീൽ ഓഫ് ഫോർച്യൂൺ, കിങ് ഓഫ് വാൻഡ്സ്. ഓക്കെ, വളരെയധികം ഇമോഷണൽ ആണ് എന്ന് തോന്നുന്നുണ്ട് നിങ്ങള്. ഫോർ ഓഫ് വാൻഡ്സ്, ഫൈവ് ഓഫ് കപ്സ്, യെസ്, ത്രീ ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, രണ്ട് കാർഡ് ഉണ്ട്. ത്രീ ഓഫ് വാൻഡ്സ്, ഫോർ ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കാർഡ്സ് എല്ലാം കണ്ടു, വിഷ്വലൈസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫ്രം ദിസ് ഫുൾ കാർഡ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളൊരു ചൈൽഡിഷ് ആയിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രമാണ് നിങ്ങളുടെ ഒരു ഉള്ള് തുറക്കാൻ നിങ്ങൾക്ക് സാധിക്കുക എന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. സോ മച്ച് ഇമോഷണൽ ആണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയാണ് നിങ്ങളുടെ വേൾഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഈ വ്യക്തി എന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നു, അപ്പൊ നിങ്ങൾ അവസാനിച്ചു എന്ന ഒരു പ്രതിനിധിയാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ സെപ്പറേഷനിലോ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു വേദന, ആ ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുമായി അവർക്ക് താല്പര്യമുണ്ട്, കൈൻഡ് ഓഫ് ഒരു ഫയർ എനർജി കാണിക്കുന്നുണ്ട്, നിങ്ങളുമായി വളരെയധികം കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ ഫ്യൂച്ചറിൽ ആ വ്യക്തിക്ക് എന്തൊക്കെയോ നേടാനുണ്ട്, എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസും കടമകളും ഉണ്ട്. അപ്പൊ അതെല്ലാം അവർക്ക് പിടിക്കണം, തിരിച്ചു പിടിക്കണം, അല്ലെ അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്നോ അങ്ങനെ ഒത്തിരി ഗോൾസ് ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളല്ല. എപ്പോഴും നിങ്ങൾക്ക് അറ്റൻഷൻ തന്നുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയുടെ കാര്യത്തിൽ പോസിബിൾ അല്ല. ഈ വ്യക്തി കുഞ്ഞുനാൾ തൊട്ടേ താൻ ആഗ്രഹിച്ച ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. തനിക്കൊരു സ്റ്റെബിലിറ്റി വേണം, തൻ്റെതായിട്ടുള്ളൊരു ലോകം, തൻ്റെതായിട്ടുള്ളൊരു രാജ്യം തനിക്ക് വേണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് ഏത് എക്സ്റ്റെന്റ് വരേക്കും പോകാൻ ഈ വ്യക്തി തയ്യാറാണ് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടണം, നിങ്ങൾക്ക് സമയം ഈ പേഴ്സൺ ചെലവഴിക്കണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക
സ്നേഹിക്കുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് തന്റെ ഗോളിലേക്ക് മുന്നോട്ട് പോകും എന്നതാണ് എനിക്ക് കാണുന്നത്. കാരണം നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ നമ്പർ ചിലപ്പോൾ 2ഓ 4ഓ ദാറ്റ് കൈൻഡ് ഓഫ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ 8ഓ ആയിരിക്കാം. നിങ്ങൾ ഇമോഷണൽ ആയിരിക്കാം, പക്ഷെ ഈ പേഴ്സൺ അത്രത്തോളം ഇമോഷണൽ അല്ല. നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ പേഴ്സൺ വളരെയധികം ലോജിക്കലി തിങ്ക് ചെയ്യുന്ന, അതായത് ഈ പേഴ്സൺ അറിയാം കാശ് ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ, ആ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചിൽ നിൽക്കുന്ന വ്യക്തിയാണ്. സ്നേഹം ശരിയാണ്, നമുക്ക് സ്നേഹം വേണം, പക്ഷെ എന്നാലും സാമ്പത്തികമായിട്ടൊരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഈ പേഴ്സൺ ഇവിടെ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. തന്റെ സ്വപ്നങ്ങളെ ചാടി പിടിക്കാൻ തനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് കുഞ്ഞുനാൾ തൊട്ടേ അറിഞ്ഞ് മനസ്സിലായി വന്നൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ വില എന്താണ് എന്ന് ഈ പേഴ്സൺ നല്ലപോലെ അറിയാം. നിങ്ങളുമായി ഇമോഷണലി ഈ പേഴ്സൺ ടൈഡപ്പ് ആണെങ്കിലും നിങ്ങളുടെ അത്രത്തോളം ഇമോഷണലി ഈ പേഴ്സൺ നിങ്ങളോട് ടൈഡപ്പ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ അങ്ങോട്ട് 100% കൊടുത്തിട്ട് തിരിച്ച് എനിക്ക് എന്ത് തരും എന്നതിൽ നോക്കി നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1% പോലും കിട്ടിയെന്ന് വരില്ല. ആൻഡ് ഈ പേഴ്സണോട് നിങ്ങൾ അത് ഓടിച്ചെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ നിന്നാൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്റെ ഗോളാണ്, ഇപ്പൊ സ്നേഹിക്കുകയാണെങ്കിൽ എന്റെ ഗോൾ എന്താണോ അതായിരിക്കണം നിന്റെയും ഗോള്. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കി എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാതെ വെറുതെ എന്നെ ഇമോഷണലി തളർത്താനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് ഞാൻ ഡിറ്റാച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണോ എന്റെ ലക്ഷ്യം അതെനിക്ക് നടപ്പിലാക്കിയേ മതിയാകൂ എന്നൊരു ദൃഢനിശ്ചയത്തിലുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓവറാണ്, നിങ്ങൾ ഇമോഷണലി അവരെ തളർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന ആ ഒരു പേടി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻ അവരുടെ തലയ്ക്ക് പിടിക്കുമ്പോഴത്തേക്ക് അവർ നിങ്ങളുമായി ഒരു ഗ്യാപ്പ് ഇടാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതൊരു ചീറ്റിംഗ് എനർജി ആയിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷെ ഇവർ ഗ്യാപ്പ് ഇടാനാണ് ശ്രമിക്കുന്നത്. ബിക്കോസ് ഓവറായിട്ട് ഇവർ ഇമോഷണലി ഇൻവോൾവ് ആയാൽ അവരുടെ കാര്യം, അവരുടെ ആ ഒരു ഗോളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ് കാണുന്നത്. ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആവാം, സോൾമേറ്റ് ആകാം, ആരുമാകാം. പക്ഷേ ഈ വ്യക്തിയുടെ ഡ്രീം എന്താണോ, ഈ വ്യക്തി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആ ഒരു ഏസ് ഓഫ് പെന്റിക്കിൾസ്, ആ ഒരു സ്റ്റെബിലിറ്റി ഈ വ്യക്തിയുടെ ലൈഫിൽ കിട്ടാതെ ഈ വ്യക്തി ഒന്നിനും ഒരു തീരുമാനവും എടുക്കാൻ തയ്യാറല്ല. തന്റെ ആ ഒരു കാര്യത്തിൽ നിന്ന് മാറാൻ ഈ പേഴ്സൺ തയ്യാറല്ല. കാരണം തനിക്ക് ഗ്രോത്ത് വേണം, തനിക്ക് ഫെയിം വേണം, തനിക്ക് അച്ചീവ്മെന്റ്സ് വേണം, തന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ആഘോഷകരമായിരിക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ ആ ഒരു സന്തോഷത്തിന്, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിനാകാം, അടിച്ചു പൊളിച്ചു ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ ഒരു ഓട്ടപ്പാച്ചിലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ നല്ല രീതിയിൽ നോക്കി കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരിക. നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സാമ്പത്തികമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു കരിയർ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതം മനോഹരമാക്കണമെന്ന് താല്പര്യമുണ്ട്. അതായത് ഈ പേഴ്സന്റെ വിഷൻ പോലെയാണ് നിങ്ങളുടെ വിഷൻ എങ്കിൽ മാത്രമേ ഈ പേഴ്സൺ നിങ്ങളിൽ ഇംപ്രസ് ആവുകയുള്ളൂ, നിങ്ങളിൽ അട്രാക്ട് ആവുകയുള്ളൂ എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്കൊരു കോൾ പോസിബിൾ ആകും. പക്ഷെ തൻ്റെതായിട്ടുള്ള, കണ്ടോ, ഈ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന തൻ്റെതായിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ അത് നടത്തി കഴിയുമ്പോഴായിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു ദൃഢമായിട്ടുള്ള ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തരുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. തന്റെ ഗോളുകൾ എന്ന് അച്ചീവ് ചെയ്യുന്നോ അന്ന് എന്താണ് ഈ സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്ന നിങ്ങൾ അവർക്ക് പ്രയോറിറ്റി ആകും. അതുവരേക്കും നിങ്ങൾ സൈഡിലേക്ക് മാറ്റി വെക്കപ്പെടും. ബിക്കോസ് ആ പേഴ്സന്റെ ഗോൾ, അത് കരിയർ ആകാം, ഫിനാൻഷ്യൽ ഇഷ്യൂ ആകാം, റെസ്പോൺസിബിലിറ്റീസ് ആകാം, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ തന്നെ അമിതമായി നിങ്ങൾ ഇവരിൽ നിങ്ങളുടെ പ്രണയത്തിന്റെ ഫോഴ്സ് ചെലുത്തുകയാണെങ്കിൽ ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ് കാണുന്നത്. കാരണം നിങ്ങൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നു, എനിക്ക് അത് തന്നില്ല ഇത് തന്നില്ല എന്ന രീതിയിൽ പ്രഷർ കൊടുക്കുന്നു, അത്രത്തോളം ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്റെ ഗോളിൽ നിന്ന് ഞാൻ തെറ്റിപ്പോവുകയാണ്, മാറിപ്പോവുകയാണ് എന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പേടി കൊണ്ട് ഈ പേഴ്സൺ നമ്മുടെ അടുത്തുനിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ടെക്സ്റ്റ്, കോൾ, മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കണക്ഷനിൽ സൂക്ഷിക്കുക, നിങ്ങളുടെ പേഴ്സന്റെ ഗോളിനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുക, ഇമോഷനെക്കാളും. ഓക്കെ, പ്ലീസ് ഗൈഡ് us. Will the call of text.
9 of Pentacles. Within 9 months ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കോൾ ചെയ്യോ ടെക്സ്റ്റ് ചെയ്യോ ചെയ്യും എന്നതാണ്. ഓർ വിത്തിൻ 4 to 9 monthsൽ നിങ്ങളുടെ അടുത്ത് ടെക്സ്റ്റ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് നിങ്ങൾ തന്നെ ഒരു ട്രാൻസ്ഫോം ആയി നിങ്ങളുടേതായിട്ടുള്ള കരിയറിൽ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മോർ ഓവർ ഈ പേഴ്സൺ അട്രാക്ട് ആവും. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളിൽ ഇംപ്രസ് ആകാൻ, അട്രാക്റ്റീവ് ആകാനാണ് ഈ പേഴ്സണ് താല്പര്യമായിട്ടുള്ളത്. ഈവൻ നിങ്ങൾ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ആയി നോക്കൂ. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വെൽ പെർഫോം ചെയ്ത് നോക്കൂ. ഈ പേഴ്സൺ നിങ്ങളിൽ വളരെയധികം അട്രാക്ട് ആകുമെന്നാണ് കാണുന്നത്. സോ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം എന്നാണ് കാണുന്നത്. പക്ഷെ മാരേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ഈ പേഴ്സൺ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ പേഴ്സന്റെ ഫസ്റ്റ് പ്രയോറിറ്റി, ഈ പേഴ്സന്റെ ഗോൾ ആണ്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്നത് നിങ്ങളെ ദ മെയിൻ ആക്കുക എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഇത് നിങ്ങൾക്ക് റെസോണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് റെസോണേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പൈൽ കണ്ടു നോക്കാം. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ നമ്മുടെ സെക്കൻഡ് പൈലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ദ ലവേഴ്സ് ആണ് നിങ്ങൾക്ക് അട്രാക്ട് ആയി തോന്നിയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയുണ്ടോ? നിങ്ങളുടെ കണക്ഷൻ ഫ്യൂച്ചർ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് us. File number 2, will they call or text? Please guide us. File number 2, will they call or text? Future of this connection. When will the separation end? When will the separation end? ഓക്കെ, നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. ദ വീൽ ആണ് കാണുന്നത് ആദ്യം. ഗുഡ് ഒമൻ ആണ്. പ്ലീസ് ഗൈഡ് us. 3 of Pentacles. ഓക്കെ, വാവ്. 8 of Cups. മേ ബി പ്രസന്റ്ലി നിങ്ങളൊരു സെപ്പറേഷൻ അനുഭവിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതായിരുന്നു, പക്ഷെ കുറച്ച് വിള്ളലുകൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇഷ്ടം പോലെ തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ്. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ അൺനോൺ എനർജി, ക്ലാരിഫിക്കേഷൻ ഇല്ലായ്മ ഒത്തിരി നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടെന്നാണ് ഹൈ പ്രീസ്റ്റസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സെപ്പറേഷനിലായിരിക്കാം നിങ്ങളുടെ സെപ്പറേഷൻ പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. എപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ അവസാനിക്കുക എന്നത് നിങ്ങൾ തന്നെ സത്യത്തിൽ ഇത് നടക്കുമോ ഇല്ലയോ, വരുമോ ഇല്ലയോ, ബ്ലാക്ക് മാജിക് ഉണ്ടോ, തേർഡ് പാർട്ടി ആണോ എന്ന് കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് എന്നതാണ്. നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് നിങ്ങളെ നെഗറ്റിവിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ സ്റ്റക്ക് എനർജിയിൽ നിൽക്കാതെ നിങ്ങളുടെ പണ്ടത്തെ പ്ലേഫുൾ എനർജിയിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ് എന്നതാണ്. ഈ പേഴ്സൺ തിരിച്ചു വരണമെങ്കിൽ, ഈ പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ, നിങ്ങളുടെ കണക്ഷന്റെ പല ഫേസുകളും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പ്ലേഫുൾ എനർജി, ക്യൂൻ ഓഫ് വാൻസ് എനർജിയിലേക്ക് എത്തിച്ചേരണം. നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ ലൈഫിലെ ഡിസിഷൻസ് നിങ്ങൾ തന്നെ എടുക്കാൻ ശ്രമിക്കണം എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. എന്നാൽ മാത്രമാണ് ഈ ഒരു വ്യക്തി അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ എന്ന് പ്രത്യേകം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഭയങ്കര അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ പേഴ്സണ് വളരെയധികം പാഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക്, കൈൻഡ് ഓഫ് ഫയർ എനർജി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഹൈ പ്രീസ്റ്റസ് ഇസ് ഓൾവേസ് റിയൽ ലവിനെ കാണിക്കുന്ന എനർജിയാണ്. കുറച്ച് ഒരു ഈഗോ ഒക്കെ ഉണ്ടെങ്കിലും ഒരു റിയൽ ലവ്, ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലവിനെ കാണിക്കുന്നതാണ് ഹൈ പ്രീസ്റ്റസ്. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പലപ്പോഴും ഒരു ഹൈ പ്രീസ്റ്റസ് പോലുള്ള ഒരു പാർട്ട്ണർ എനർജി കിട്ടുകയാണെങ്കിൽ ശരിയായിരിക്കാം, കുറച്ചൊക്കെ നമ്മളുടെ അടുത്ത് ഓവർ കൺസേൺ പൊസസീവ് ആയിരിക്കാം, പക്ഷെ അവരുടെ ഇൻഡെപ്ത് ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പ് ആയിരിക്കും, ഭയങ്കര ഇമോഷണൽ ആയിരിക്കും എന്നതാണ് എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളത്, അല്ലെ പ്രസന്റിൽ നിങ്ങളുടെ കണക്ഷൻ ഓൺ ഗോയിങ് ആണെങ്കിൽ ഈ കണക്ഷൻ ലാസ്റ്റ് ചെയ്യാൻ ഇതൊരു മാരേജിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ആൻഡ് കുറെ ആൾക്കാരുടെ സെപ്പറേഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നതാണ് കാണുന്നത്. കുറെ ആൾക്കാരുടെ സെപ്പറേഷൻ താമസിയാതെ എൻഡ് ആകും എന്നും ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ കണക്ഷനിൽ എൻ്റെ അഭിപ്രായത്തിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ്സ് ഒത്തിരി ഉണ്ട്. അതാണ് നിങ്ങളുടെ കണക്ഷൻ ഒത്തിരി ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്നതാണ് മനസ്സിലാവുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അടുത്തേക്കുള്ള ഒരു അറ്റൻഷൻ വളരെയധികം കുറഞ്ഞതായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ എനർജി വളരെ ലോ ആയത് കൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നത് എന്ന് മനസ്സിലാക്കുക.
Okay. കാരണം ആദ്യമൊക്കെ നിങ്ങൾ വളരെയധികം ഓറലി ഇവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചത്, സംസാരത്തിൽ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ശബ്ദത്തിലൂടെ ഒക്കെ ഇവരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നും നിങ്ങളൊരു സാഡ് മോഡ്, സെൻസിറ്റീവ് മോഡ്, പരാതിയുള്ള മോഡിലാണ് ഇരുന്നത്. ലുക്ക്, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വളരെ പോസിറ്റീവ്, നിങ്ങൾ ഈ ഒരു ക്യൂൻ ഓഫ് വോൺസ് എനർജിയിൽ ഈ സ്ത്രീയെ കണ്ടു എന്തോരം സന്തോഷത്താലാണ് ഇരിക്കുന്നത്. ഈ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു ഹൈ പ്രീസ്റ്റസ്, അതായത് സ്വന്തമേ സാഡ്നെസ് ഉള്ള ഈ ഒരു വ്യക്തി ഈ ഒരു ക്യൂൻ ഓഫ് വോൺസ് എനർജിയിൽ നിങ്ങൾ ഇരുന്നപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ നിങ്ങളും അവരെ പോലെ തന്നെ കൈൻഡ് ഓഫ് 6 ഓഫ് സോർട്സ് എനർജിയിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അവർ നിങ്ങളിൽ അട്രാക്ട് ആകുന്നത്. അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആയിട്ടുള്ളത്. പക്ഷെ വന്ന് 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 ഇപ്പൊ അവരെക്കാൾ സങ്കടവും സെൻസിറ്റിവിറ്റിയും പരാതി പറച്ചിലുമാണ് നിങ്ങളിലെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ കൂടെ കെട്ടിമുറുക്കാൻ അവർ ആഗ്രഹിക്കില്ല. ആ നോട്ട് ടൈ ചെയ്ത് മുറുക്കാൻ അവർ ആഗ്രഹിക്കത്തേ ഇല്ല. അവർ മൂവ് ഓൺ ചെയ്യും. കാരണം അവർക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവാനാണ് അവർ നിങ്ങളെ പിടിച്ചത്. പക്ഷെ നിങ്ങൾ അതിനേക്കാൾ നെഗറ്റീവ് ആണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഓടി രക്ഷപ്പെടാൻ, ആ ഒരു കെട്ട് അഴിച്ചിട്ട് ഓടി രക്ഷപ്പെടാനേ അവർ ശ്രമിക്കുള്ളൂ. നിങ്ങളുടെ കൂടെ ഒന്ന് ചേർന്നിരിക്കാൻ, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ആ ഒരു നോട്ടിൽ ഇങ്ങനെ ടൈറ്റ് ആയിരിക്കാൻ അവർ ആഗ്രഹിക്കില്ല എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ബിക്കോസ് ഇതിനകത്ത് അവർക്ക് ആ ഒരു എൻജോയ്ഡ് ലൈഫ്, അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ അവരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന പാർട്ട്ണർ, അവരെക്കാൾ ഒരുപടി പോസിറ്റീവായി തിങ്ക് ചെയ്യുന്ന പാർട്ട്ണർ, ചലഞ്ചസിനെ വളരെ മനോഹരമായിട്ട് ഫേസ് ചെയ്യാൻ അറിയുന്ന പാർട്ട്ണർ, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന പാർട്ട്ണർ, ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ നല്ല ഇഫക്റ്റീവായിട്ട് മെച്ചുവറായിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന പാർട്ട്ണറെയാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ വന്ന് വന്ന് നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നു. അതായത് ഇവർ ചീറ്റ് ചെയ്യുന്നു, നിങ്ങൾ കളഞ്ഞിട്ട് പോകുന്നൊന്നല്ല. പക്ഷെ ഈ പേഴ്സൺ റിയലി നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആണെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഫ്രണ്ടിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ചെറുതായി കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പെക്ട് ഇല്ല എന്നല്ല, പക്ഷെ അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു ഗൈഡൻസ്, ഇപ്പൊ ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെയുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങളുടെ അടുത്ത് നിന്ന് ലഭിക്കുന്നില്ല. പല സ്വഭാവങ്ങളും പല ക്യാരക്ടറും നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ പല ഡെസിഷൻസും അവർക്ക് ഈസിലി എടുക്കാൻ പറ്റും, പെർഫെക്റ്റ് ആകും എന്ന രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ തന്നെ അവരെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ, അവരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഓൾവേസ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തെറ്റുകൾ സൗമ്യമായി പറഞ്ഞ് തിരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അവർ വിചാരിക്കുന്നത്, വൈ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്, എനിക്ക് തന്നെ എന്റെ സ്വന്തം ലൈഫ് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തത്. പക്ഷെ ആ വ്യക്തിയും ഇപ്പോൾ എന്നെ ഞാൻ ഇത് ചെയ്തു കൊടുത്തില്ല, അത് ചെയ്തു കൊടുത്തില്ല, അതുപോലെ തന്നെ എന്നെ കെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു, അതുപോലെ അവർക്കേ ഹാപ്പി ആകാൻ സാധിക്കുന്നില്ല, പിന്നെ എങ്ങനെ എന്നെ ഹാപ്പി ആക്കും എന്ന രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പഴയ രീതി ഈ പേഴ്സൺ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അത് ഈ വ്യക്തിക്ക് തിരിച്ചു വേണം. ആ വ്യക്തിയുടെ എക്സ്പെക്ടേഷൻസ് പലതും ഇപ്പൊ നിങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നില്ല. തുടക്കത്തിൽ വളരെയധികം ഫുൾഫിൽ ചെയ്ത് കൊടുത്തിരുന്നു നിങ്ങൾ അവരുടെ എക്സ്പെക്ടേഷൻ. ഇപ്പൊ നിങ്ങൾ അവരെ അനാവശ്യമായിട്ട് സ്പൈ ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇന്ന ആളോട് സംസാരിച്ചോ, ഇന്ന ആളോട് സംസാരിച്ചോ, ഇത്ര നേരം എന്താ, വൈ നിങ്ങളുടെ ഫോൺ ബിസി ആയി. അവർക്ക് വേണ്ടത് സന്തോഷമാണ്. ഫ്രം ദിസ് ലവ്, ഇപ്പൊ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ കണക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടത് അവരുടെ സന്തോഷമാണ്. അപ്പൊ നിങ്ങൾ സന്തോഷം കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ പോസിറ്റിവിറ്റി കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ടോ, ദെൻ ദേ വിൽ സ്റ്റാൻഡ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അട്രാക്ട് ആവാൻ, ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്ത് നിന്ന് സന്തോഷം, പോസിറ്റിവിറ്റി കിട്ടണം. ഓക്കെ, അതിനു വേണ്ടിയാണ് അവർ നിങ്ങളുടെ അടുത്ത് വന്നത് പോലും. ആ ഒരു സന്തോഷം അവരുടെ ജീവിതം മുഴുവൻ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ നിങ്ങൾ തിരിച്ച് അവരുടെ ജീവിതത്തിൽ വീണ്ടും കുറെ നെഗറ്റീവ് എനർജിയും സങ്കടങ്ങളും ദുഃഖങ്ങളും വെറീസുമാണ് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ ഓടി ഒളിക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, സോ മനസ്സിലാക്കുക, നിങ്ങൾ പേഴ്സൺ റിയലി നിങ്ങളെ വേണം, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും താല്പര്യമുണ്ട്, ആൻഡ് ദേ വിൽ കം ബാക്ക് ടു യു. പക്ഷേ നിങ്ങൾ എപ്പോഴും അവർക്കൊരു പോസിറ്റീവ് സോൺ ആയിരിക്കണം, അവർക്കൊരു ഗൈഡൻസ് സോൺ ആയിരിക്കണം, അവർക്കൊരു സേഫസ്റ്റ് സോൺ ആയിരിക്കണം, അവരെ സംശയിക്കാത്ത, അവരെ വിലയിരുത്താത്ത, അവരെ കമ്പയർ ചെയ്യാത്ത ഒരു സോൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ഒരു കണക്ഷൻ പോസിറ്റീവ്ലി കൊണ്ടുപോകാൻ സാധിക്കുക എന്നതാണ്. അതായത് പറയുകയാണെങ്കിൽ കൃഷ്ണനും രാധയും തമ്മില് ഭയങ്കര ഒരു ഡിവൈൻ ലവ് ആയിരുന്നു അല്ലേ. പക്ഷെ കൃഷ്ണന്റെ പല സാഹചര്യങ്ങൾ കൊണ്ടും രാധയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ബഹുമതി അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് കൃഷ്ണന് കൊടുക്കാൻ സാധിച്ചില്ല അല്ലെ. പക്ഷെ രാധ അതിന് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവര് അണ്ടർസ്റ്റാൻഡ് ആണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് ലവ്. ഓക്കെ, അങ്ങനെയുള്ളൊരു ലവ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ജന്മജന്മാന്തരങ്ങളിലെ കണക്ഷൻ ഈ പേഴ്സൺ നിങ്ങളുമായി ആഗ്രഹിക്കുന്നുണ്ട്. സോ
നിങ്ങളുടെ കണക്ഷനിൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ കൂടുതലായിട്ട് വേണം, പേഷ്യൻസും കൂടുതലായിട്ട് വേണം. എല്ലാ കാര്യവും പറഞ്ഞു തരാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് റിയലൈസ് ചെയ്യിപ്പിച്ച് തരാൻ, കാണിച്ചു തരാൻ പറ്റില്ല. ചിലതൊക്കെ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി പെരുമാറണം. അല്ലെങ്കിൽ ചിലത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്, ചില യൂണിവേഴ്സിന്റെ തീരുമാനം ഇങ്ങനെയാണ്, ചില ലൈഫ് സിറ്റുവേഷൻസ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എന്നാൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണറിനെയാണ് ഈ പേഴ്സണ് ആവശ്യം എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നന്ദി. അപ്പൊ നമുക്ക് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.